ഒട്ടുമിക്ക സഞ്ചാരികളുടെയും ഇഷ്ട ലൊക്കേഷനായിട്ടുള്ള വാൽപ്പാറയിലേക്കുള്ള ഒരു യാത്രയാണ് ഇത്തവണത്തെ വീഡിയോ. ആതിരപ്പള്ളി ഏഴാറ്റുമുഖം വഴി പോകുന്ന ഈ യാത്ര വാൽപ്പാറയിലെ നമ്മളധികം ആരും പോയിട്ടില്ലാത്ത തേയിലത്തോട്ടങ്ങളിടയിലൂടെയും സ്ഥിരം പോകുന്ന റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ച് വാൽപ്പാറയിലേക്ക് പോകുന്ന ഒരു പുതിയ റൂട്ടിലൂടെയുള്ള എക്സ്പീരിയൻസും, കൂടാതെ പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ സ്വന്തമായി ചെറിയ രീതിയിൽ കുക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ കഥകളും കാര്യങ്ങളുമാണ് ഇത്തവണത്തെ വീഡിയോ. തിരിച്ചു വരുന്ന വഴി നമ്മൾ കണ്ട കാട്ടിലെ കാഴ്ചകളും നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. അപ്പോൾ നമ്മൾ മലക്കപ്പാറയൊക്കെ പോകുമ്പോൾ ആതിരപ്പള്ളിയിലെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആകുന്നത് രാവിലെ 6 മണിക്കാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ മാത്രമേ ഇതുവഴി വാഹനങ്ങൾ കയറ്റിവിടുകയുള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്നത് ഏഴാറ്റുമുഖം വഴിയാണ്. അപ്പോൾ ഏഴാറ്റുമുഖം ഗണപതി എന്നൊക്കെ പറയുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു ആനയാണ്. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ റൂട്ടിൽ നമുക്ക് പോകുമ്പോൾ ആനക്കൂട്ടത്തെ ആനകളൊക്കെ കാണാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ രാവിലെ ഏഴാറ്റുമുഖം വഴി ആതിരപ്പള്ളി ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് നമ്മുടെ ആതിരപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലേക്ക് കയറി. എനിക്ക് പേഴ്സണൽ ഒരുപാട് ഇഷ്ടപ്പെട്ട റൂട്ടിലൊന്നാണ് ഈ ആതിരപ്പള്ളി വാൽപ്പാറ റൂട്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, ഏകദേശം ഒരു 10-47 കിലോമീറ്ററോളം കൊടും കാട്ടിനുള്ളിലൂടെ പോകാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു എനിക്കിഷ്ടപ്പെട്ട ഫേവറേറ്റ് കാര്യം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വൈൽഡ് ലൈഫിനെയും കൂടെ സ്പോട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സ്ഥിരം വാൽപ്പാറ പോകുന്ന റൂട്ടിൽ നിന്ന് മാറി തമിഴ്നാട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ടാണ് ഈ ഒരു പുതിയ റൂട്ടിലൂടെ നമ്മൾ വാൽപ്പാറയിലേക്ക് പോകുന്നത്. നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടിൽ നമുക്ക് ഷോളയാർ ഡാമൊക്കെ കണ്ട് ഡാമിൻ്റെ കാഴ്ചകൾ കണ്ട് പോകാമെങ്കിൽ ഈ റൂട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് ചുറ്റും തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള വളരെ സമാധാനപരമായിട്ടുള്ള ചെറിയൊരു വഴിയിലൂടെയാണ്. 4 വീലേഴ്സിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക, ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ വണ്ടി ഒതുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ബൈക്കിലൊക്കെ പോകുകയാണെങ്കിൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഇവിടെ ഒരു തരത്തിലുള്ള ശല്യമോ ആൾക്കാരുടെ ബഹളമോ ഒന്നുമില്ല. ചുറ്റും പ്രൈവറ്റ് എസ്റ്റേറ്റിലേക്കുള്ള ചെറിയ ചെറിയ വഴികളൊക്കെയാണ് കാണാൻ പറ്റുക. നമുക്ക് വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള നല്ല ഒരു റൂട്ടാണ് ഈ റൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്നാർ ഒക്കെ പോകുന്നതിന് പകരം നിങ്ങൾക്ക് തേയിലത്തോട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ നല്ലൊരു റൂട്ടാണ് കേട്ടോ ഈ ഒരു വാൽപ്പാറയിലേക്കുള്ള പുതിയ റൂട്ട്. ഈ റൂട്ട് ഡയറക്റ്റ് നമ്മൾ വാൽപ്പാറ ടൗണിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത്. പിന്നെ എപ്പോഴും ഞാൻ പറയാനുള്ള പോലെ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളൊരിക്കലും അവിടുത്തെ പരിസരം വൃത്തികേടാക്കാതെ സൂക്ഷിക്കുക. നമ്മൾ റെസ്പോൺസിബിളായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുക. അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് തൃശ്ശൂരും എറണാകുളത്തു നിന്ന് ഈവൻ കോട്ടയത്തു നിന്നാണെങ്കിൽ പോലും നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോയിട്ട് വരാൻ പറ്റിയ നല്ല ഡെസ്റ്റിനേഷനാണ് വാൽപ്പാറ. വാൽപ്പാറയിൽ ഒരുപാട് റിസോർട്ടുകളൊന്നും ഇല്ല, റിസോർട്ടിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. പക്ഷേ ഉള്ള റിസോർട്ട് കുറച്ച് ബംഗ്ലാവ്സ് ഉണ്ട്. പക്ഷേ അവിടെ കുറച്ച് എക്സ്പെൻസീവ്, കുറച്ച് പ്രീമിയം റിസോർട്ടുകളാണ്. അതെടുത്താലും കുറച്ച് വെർത്താണ്. അടുത്തൊരു വിസിറ്റിൽ ഞാൻ അങ്ങനെ ഒരു റിസോർട്ട് സ്റ്റേ എടുക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ഈ ഒരു റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറഞ്ഞാൽ ചുറ്റും പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. ഒട്ടും തിരക്കില്ല, ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് അത്. പിന്നെ വേറൊരു കാര്യം, റോഡൊക്കെ നല്ല റോഡാണ്. നമ്മൾ ആദ്യം കയറുന്ന സ്ഥലത്ത് മാത്രം കുറച്ച് മോശമുള്ള റോഡുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വാൽപ്പാറ ടൗൺ എത്താറാകുന്ന സമയത്തും കുറച്ച് മോശം റോഡുണ്ട്. വാൽപ്പാറയിൽ നിന്ന് ചിന്നക്കല്ലാർ പോകുന്ന റൂട്ടിൽ പോവുകയാണെങ്കിൽ ഈ കാണുന്ന പോലത്തെ നമ്മുടെ മൂന്നാറിലെ ഗ്യാപ്പ് റോഡെന്ന് പോലെ തോന്നിപ്പിക്കുന്ന തേയിലത്തോട്ടത്തെ നടുവിലുള്ള നല്ല അടിപൊളി ഒരു റോഡ് കാണാം. ഗ്യാപ്പ് റോഡിൻ്റെ അത്രയും വീതിയും കാര്യങ്ങളും അത്രയും ഒരു കാണാൻ അത്രയും ലുക്കുള്ള റോഡൊന്നുമല്ല. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള തിക്കും തിരക്കൊന്നും ഇല്ലാത്ത നമ്മുടെ മൂന്നാറിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ടെറൈനും ഒരു ലാൻഡ്സ്കേപ്പും ഒരു തേയിലത്തോട്ടമൊക്കെയാണ് ഈ റൂട്ടിൽ. അപ്പോൾ നിങ്ങൾ ഈ ചിന്നക്കല്ല റൂട്ടിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം തിരക്കില്ലാത്ത ഒരു നല്ല ഒരു റൂട്ടിലൂടെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഫോട്ടോയ്ക്ക് എടുക്കാം, വണ്ടിക്ക് ഒതുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ യാത്രയിൽ പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പം നമുക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസാണ്. അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതായത് ബേസിക്കലി ഒരു ഗ്യാസ് സ്റ്റവും പിന്നെ അതിൽ ഫില്ല് ചെയ്യുന്ന ബ്യൂട്ടൈൻ ഗ്യാസുമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. വെറുതായിട്ടൊന്നുമില്ല, ചെറിയ ഒരു ബ്രെഡ് ഓംലെറ്റും മാഗിയും നൂഡിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഒതുങ്ങിയ സ്ഥലത്ത് നമ്മൾ വണ്ടി ഒതുക്കി. നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബ്രെഡ് നല്ല ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതൊരു നല്ലൊരു എക്യുപ്മെൻ്റ് ആട്ടോ. നമുക്ക് വളരെ സേഫായിട്ട് വളരെ കോമ്പാക്റ്റബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്കും ട്രൈ ചെയ്യാമെന്നുള്ള എൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം അങ്ങനെ കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വളരെ സമാധാനപരമായിട്ട് ഞാൻ 2 ചെയർസായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെയറൊക്കെ എടുത്തിട്ട് വണ്ടിയുടെ സൈഡിൽ കൊച്ചു വർത്തനൊക്കെ പറഞ്ഞ് തണുപ്പും മഞ്ഞുമൊക്കെ ആസ്വദിച്ചുകൊണ്ട് മാഗി കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലത്തെ ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, പക്ഷേ ഇതൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് നോക്കിയ കാര്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ വേസ്റ്റ് ഇങ്ങനെ ഡിസ്പോസ് ചെയ്തിട്ടില്ല. നമ്മൾ പ്ലാസ്റ്റിക് ബാഗിനകത്താക്കി നമ്മൾ തിരിച്ച് പ്രോപ്പർലി കൊണ്ടുവന്നിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യാറ്. നമ്മൾ പോയ സ്ഥലത്ത് നമ്മൾ വേസ്റ്റ് ഒന്നും കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സ്വന്തമായിട്ട് കുക്കിംഗ് എന്നുള്ളത്. നമുക്ക് ടേസ്റ്റ് നിപ്പിൾസ് പോലത്തുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ തന്നെ നമുക്കത് കൺസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. കുറച്ച് സമയം നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത് കുറച്ച് കുക്ക് ചെയ്യണമെന്നുള്ളത് കാര്യം ഒഴിച്ച് കഴിഞ്ഞാൽ, പക്ഷേ അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല സ്ഥലം തപ്പിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മുടെ കുക്കിങ്ങും പരിപാടിയിലേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് വണ്ടിക്കകത്ത് തന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പതുക്കെ ഒരു 5 മണി കഴിഞ്ഞ സമയത്താണ് നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് വഴി കയറിയത്. നിങ്ങൾ വളരെ ലേറ്റായിട്ടാണ് ഈ റൂട്ടിൽ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്ന് ഉറപ്പ് വരുത്തുക. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ രാത്രിയിൽ അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞിട്ട് ഈ റൂട്ടിൽ പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ കാണാൻ ചാൻസ് ഉള്ള റൂട്ടാണ്. ചിലപ്പോൾ വണ്ടിക്ക് ഒരുപാട് ദൂരം റിവേഴ്സ് എടുക്കേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യം, വാൽപ്പാറയിൽ ഒരുപാട് കടകളൊന്നുമില്ല നമ്മൾ മൂന്നാറെ പോലെ. കടകളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് കടകളൊക്കെ ഉള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. പിന്നെ നിങ്ങൾക്ക് രാത്രിയിൽ ഈ റൂട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷനിലൊന്ന് നിങ്ങൾ വൈകിട്ട് മലക്കപ്പാറയിൽ തിരിക്കുക എന്നുള്ളതാണ്. അതായത് ഏകദേശം ഒരു 5:30-6 മണിക്ക് മലക്കപ്പാറയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 8:30 ആകുമ്പോഴത്തേക്കിനും തിരിച്ച് ആതിരപ്പള്ളി എത്താം. ആ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ എക്സ്പീരിയൻസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ വാൽപ്പാറ വല്ല സ്റ്റേ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ ആതിരപ്പള്ളിയിൽ നിന്ന് വൈകിട്ട് 5:30 ആകുമ്പോൾ കയറുക. അതാകുമ്പോൾ 8:30 സമയത്തേക്കിനും വാൽപ്പാറ എത്താൻ പറ്റും. ഈ 2 ഓപ്ഷനിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. തിരിച്ച് വരുന്ന വഴിക്കുള്ള ഷോളയർ ഡാമിൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒന്നും കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ച് വന്നപ്പോൾ ദാണ്ട റോഡ് സൈഡിൽ ഒരു വളവ് തിരിഞ്ഞപ്പോൾ ദാണ്ട നിൽക്കുന്നു സൈഡിൽ ഒരു അടിപൊളി ഒരു ആന. ഒറ്റ ഞാൻ ഇങ്ങനെ പുല്ലൊക്കെ തിന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ശല്യപ്പെടുത്താൻ ഒന്നും പോയില്ല. അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഏർപ്പെട്ടു. പിന്നെ ഈ കാണുന്നത് ചെങ്കീരിയാണ്. ചെങ്കീരി റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതാണ്. കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഒരുപാട് കണ്ട ഒരു മൃഗം എന്ന് പറഞ്ഞാൽ മ്ലാവാണ്. മ്ലാവ് ഇഷ്ടം പോലെ ഈ കാട്ടിനകത്തുണ്ട്. നമ്മളിപ്പം വൈകിട്ട് ആതിരപ്പള്ളിയിൽ പോകാൻ വെറുതെ നമ്മൾ ആതിരപ്പള്ളി വാഴച്ചാൽ വരെ രാത്രി പോവുകയാണെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ മ്ലാവിനെ സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ രാത്രിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് കരുതിയിരുന്ന് പോവുക. അത്യാവശ്യം എപ്പോഴും ഒരു മനസ്സിൽ വിചാരം വെക്കുക, ഒരു വളവ് തിരിയുമ്പോൾ മൃഗങ്ങൾ ഫ്രണ്ടിൽ കാണുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 1 ഡേ ട്രിപ്പ് ആതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ കാഴ്ചകൾ. നിങ്ങൾ ഈ റൂട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റൂട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മല്ലു ഗരാജ്. താങ്ക് യു.